മഞ്ജു വാര്യർ നിൽക്കുന്നിടത്തൊക്കെ കണ്ണുണ്ടാവുമെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ മറ്റേ ഉമാ ലോഡ്ജിലാണ് താമസിക്കുന്നത്. സിനിമക്ക് വരുമ്പോൾ മഞ്ജു വാര്യർ അവിടെ താമസിക്കണം. എന്തൊരു വെളിവില്ലായ്മ ഈ പറയണേന്നറിയാമോ താങ്കൾക്ക്? ഐശ്വര്യ ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൈ തന്നിട്ട് പിടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ എൻ്റെ കയ്യിൽ കടിച്ചു മുറിച്ചിട്ട് നേരെ താഴേക്ക് വിട്ടറാ റാസ്കൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് താഴേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോട്ടലുകളിലൊക്കെ കർശന സെക്യൂരിറ്റിയും കടന്ന് എങ്ങനെ ഗണ്ണ് കയറ്റുമെന്ന് പറഞ്ഞ് അപ്പൊ പറയാൻ പോണ എന്താണെന്നറിയാമോ? ഈ മാഫിയയുടെയാണ് എന്ത് ഈ ഹോട്ടൽ അത് വളരെ നല്ലൊരു കണ്ടുപിടുത്തായിരിക്കും. ഇപ്പൊ താങ്കൾ ഒരു പയ്യൻ വന്ന് ശല്യപ്പെടുത്തണേന്ന് പറഞ്ഞാൽ താങ്കൾ നേരെ ചെയ്യേണ്ടത് പബ്ലിക്കലി വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് ഐശ്വര്യ പറയണോ, ഇല്ല അവൻ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, നീ പുറകെ നടക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പത്രക്കാരൊക്കെ കൂടി ചെന്ന് സംരക്ഷണം നൽകുക? പിന്നെ ഇവരൊന്ന് തുറന്ന് ഇനിയിപ്പോ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞെന്ന് വെച്ചോ, അപ്പോഴും പറയാലോ തൊട്ടപ്പുറത്ത് ഗണ്ണുണ്ട്, ടെലസ്കോപ്പിക് ഗണ്ണുണ്ട്, നിങ്ങൾ മറ്റേ അപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന് മനസ്സിലായ ഗണ്ണുണ്ട്, ഒന്ന് എഴുന്നേറ്റ്. ഇത് രതീഷ് ചക്രപാണി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? സാറിന്റെ വീട്ടില് ഗുണ്ടകളുണ്ട്. അതെ അതെ, എന്റെ വീട്ടില് ഗുണ്ടകളും ഗുണ്ടികളും ഉണ്ട്. അതെ 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 പറയണില്ലേ. സാർ, നമ്മുടെ സനൽകുമാർ ശശിധരൻ ആകെ വിഷമത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ പുതിയ വിവാദം എന്ന് പറയുന്നത് മഞ്ജു വാര്യറും ദിലീപും കൂടെ ഒരു സ്റ്റേജ്ഡ് ഷോ എന്നാണ് അദ്ദേഹം അതിന് പറയുന്നത്. ഫാബ്രിക്കേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു നമ്മൾ കാണുന്നവരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവർക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊരു സ്റ്റേജ്ഡ് ഷോ. അത് സനൽകുമാർ ശശിധരനെ ആകെ മാനസികമായിട്ട് തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയണത് കുറേയൊക്കെ ഈ മെറ്റയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ സനൽകുമാറിന്റെ വീടിന്റെ ഭാഗത്തെങ്കിലും ഈ വീഡിയോ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണ്ട. തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലല്ലേ ഇപ്പൊ പുള്ളി തിരുവനന്തപുരത്ത് ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടുണ്ടായി ഒരു ദിവസം പുള്ളിയുടെ സൈഡ് എന്താണെന്ന് കേൾക്കാൻ. അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ തിരുവനന്തപുരം. അപ്പം പുള്ളി എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്തേക്ക് ഈ വീഡിയോ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ പുള്ളി പറഞ്ഞ മറ്റേ സ്റ്റേജിൽ ഷോ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ സ്റ്റേജിൽ ഷോ ആരൊക്കെ തമ്മിലാണ്? ഡോണായിട്ടുള്ള ദിലീപും അതുപോലെ മഞ്ജു വാര്യരും കൂടി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ ഷോ ഉണ്ടാക്കിയെന്നാണല്ലോ പുള്ളി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ ജയസൂര്യയും പൃഥ്വിരാജും ബാക്കിയുള്ളവരൊക്കെ ഈ ഷോയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന അവർക്ക് നല്ല റെമ്യൂണറേഷൻ കൊടുത്ത് വിളിച്ചു വരുത്തിയതായിരിക്കും. അപ്പോൾ അതായത് പൃഥ്വിരാജൊക്കെ മറ്റേ സിനിമയിൽ മാത്രമല്ല പുറത്തും ജീവിതത്തിലും ഇതുപോലെയുള്ള അഭിനയത്തിനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ടെന്നാണ് എന്ത് ചെയ്യണത് സനൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കണം. ആര് ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, പിന്നെ മറ്റേ പൃഥ്വിരാജ്, പിന്നെ ജയസൂര്യ, പിന്നെ അവിടെ വന്ന കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും എന്ത് ചെയ്തു? അഭിനയിച്ചു, ജീവിതത്തിൽ അഭിനയിച്ചു. അല്ല, പണ്ടൊക്കെ നാടകത്തിൽ നിന്നല്ല സിനിമയിലേക്ക് പലരും വന്നിട്ടുള്ളത്. പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ നിസാര സൂക്കടല്ലേ, അതാണ് അതിന്റെ കാര്യം. അല്ല വേറെ കഥയൊന്നുമില്ല ഇതില്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇത് പറയാത്തതിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ കേട്ടോ. കാരണം എൻ്റെ വ്യക്തിപരമായ അനുഭവം ഉണ്ട്. പുള്ളി മറ്റേ പറഞ്ഞില്ലല്ലോ, ഭാഗ്യത്തിന് ഇതും കൂടി പറയായിരുന്നു പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫിന് പണം കൊടുത്തേക്കണത് ദിലീപാണ്. എന്നിട്ട് സ്ഥലം മേടിപ്പിച്ചു ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്തു? ബിൽഡിംഗ് കെട്ടി. ആ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം തിയേറ്റർ ഉണ്ടാക്കി. തിയേറ്ററിലേക്ക് ആളുകളെ വിളിച്ച് ശരിക്കും ഉദ്ഘാടനം നടത്തേണ്ട ആവശ്യമില്ല. സാധാരണ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് ചായക്കട പോലെ വരെ തുറന്നു നോക്കുക. എന്നിട്ട് ഊട് റെഡി എന്ന് പറഞ്ഞ പോലെ സിനിമ റെഡി എന്ന് പറഞ്ഞ് വെച്ചാൽ മതിയില്ല. നിലത്തിരുന്ന് കണ്ടോളും. എന്നിട്ട് ചെയർ ഇട്ടു. അവിടേക്ക് മഞ്ജു വാര്യരെ വിളിച്ചു, കൂടാതെ ദിലീപിനെ വിളിച്ചു, എന്നിട്ട് ദിലീപിനെ വിളിച്ചു. ഇതെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞ ആദ്യത്തെ ഒരു കമന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ദിലീപ് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മറ്റേ മഞ്ജു വാര്യർ എഴുന്നേക്കുന്ന ദൃശ്യമാണുള്ളത്. അതെന്തിനാ ആദ്യം പുറത്തു വന്നു? കാരണം ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തു വിട്ടെ. എൻ്റെ പൊന്ന്, ഈ പറയുന്ന പോലെ സനലെ താങ്കൾ മനസ്സിലാക്കൂലെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം താങ്കൾ പറയാൻ പോണ വേറെ ഈ പറയുന്ന പോലെ ഭൂതപ്രേതാദി വിശാസിക്കളുടെ കഥയാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ വെക്കട്ടെ. താങ്കൾ പറയുമ്പോൾ ഈ കാര്യത്തിൽ ഒരു കാര്യമുള്ളൂ, അവർ ബുദ്ധിപരമായി മറ്റേ വീഡിയോ ആദ്യം പുറത്തു വിട്ടു. കാരണം അത് ആളുകൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വിടുമ്പോഴേ കുറച്ചും കൂടി കൗതുകമുള്ളൂ. അതേസമയം ഈ വീഡിയോ ആദ്യം തന്നെ വിട്ടിട്ട് പിന്നെ ദിലീപ് മഞ്ജു വാര്യർ ദിലീപിനെ കണ്ട് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അതിലൊരു കഥയില്ല. അപ്പം അതുകൊണ്ട് അതാണ് ആദ്യം വിട്ടേക്കണത്. എന്നിട്ട് പുള്ളി പറയണത് മുഴുവൻ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ. പക്ഷെ എനിക്ക് ആകെയുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലിസ്റ്റിനൊന്ന് വിളിച്ചു ചോദിക്കണമെന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ തോക്ക് എവിടെ എന്നുള്ളതാണ് എൻ്റെ മഞ്ജു വാര്യരുടെ പെണ്ണി പിടിച്ച് ഗൺ അവിടെ. കാരണം ഒരു തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിന്റെ അപ്പുറത്തെ തിയേറ്ററിൽ ഗണ്ണുണ്ടാവും. അതെ, മഞ്ജു വാര്യർ നിൽക്കുന്നിടത്തൊക്കെ ഗൺ വേണം. ഇല്ലെങ്കിൽ മഞ്ജു വാര്യർ നിൽക്കുന്നിടത്തൊക്കെ ഗണ്ണുണ്ടാവും എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ മറ്റേ ഉമാ ലോഡ്ജിലാണ് താമസിക്കുന്നത്. സിനിമക്ക് വരുമ്പോൾ മഞ്ജു വാര്യർ അവിടെ താമസിക്കണം. എന്തൊരു വെളിവില്ലായ്മ ഈ പറയണേന്നറിയാമോ താങ്കൾക്ക്?
ഒരു സ്ത്രീ സഹിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒരു ഗണ്ണുണ്ടിട്ടാ. ആ ഗണ്ണ് ഏതാണെന്നറിയാമോ? അത് മിക്കവാറും മഞ്ജുവാരെ എവിടെന്നെങ്കിലും കടം മേടിച്ച് വന്ന് വെടിവെക്കുമെന്ന് എനിക്ക് തോന്നണത്. ഒരു മണിക്കൂറത്തേക്ക് ഞാനൊന്ന് എന്ത് ചെയ്യട്ടെ, ഒരു AK പൊട്ടിച്ചപ്പോൾ കണ്ണ് ആരോടെങ്കിലും മേടിച്ച്. ശരിക്കും വഴിയെ കണ്ണുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാർ ഇവരെ വെടിവെച്ചു തീർന്നേനെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് നമുക്കെല്ലാം ഭയങ്കര ബഹുമാനം ആദരവുള്ളൊരു സ്ത്രീയാണ്. കാരണം അവർ നന്നായി അഭിനയിക്കുന്നതാണ്. നമുക്ക് വേറെ ഒന്നും അറിയില്ല. ഇപ്പം നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കാനാണ്, നമുക്ക് ബഹുമാനമുണ്ട്. മെസ്സിയോട് നമുക്ക് ബഹുമാനമുണ്ട്. ഈ മെസ്സി നമ്മുടെ വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾക്കും എനിക്ക് മെസ്സിയോട് ബഹുമാനമുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിപ്പോൾ ഞാനിവിടെ തലയിറങ്ങി വേണം നിങ്ങളെടുത്തിട്ട് പോകാനുള്ളൂ. മെസ്സി വരില്ലല്ലോ. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്ക് മെസ്സിയോട് ബഹുമാനമുണ്ട്. കാരണം അവർ ചെയ്യണ പണി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഏതെങ്കിലും നടികൾ കല്യാണം കഴിച്ചാൽ തന്നെ ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. വളരെ അപൂർവം ചില ആളുകളിൽ നിന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് 10-16 കൊല്ലം മാറി നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കയ്യിൽ 1500 രൂപയായിട്ട് വരുമ്പോൾ പോലും അവർക്ക് അവരുടെ മിടുക്ക് കൊണ്ട് ഒരുപാട് ചാൻസസ് കിട്ടി. ആ കിട്ടി അവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടിമാരിടക്ക് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള എന്ന് പറഞ്ഞാൽ അവരെ വെച്ച് തന്നെ ഒരു സിനിമ വേണമെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമായി മാറി. ആ മാറിയിട്ടുള്ള അവരെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും വന്ന് അപമാനിക്കാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. എന്നാൽ ആലോചിച്ച് നോക്ക്. ഗണ്ണുണ്ട് എല്ലായിടത്തും ഗണ്ണ്. അതായത് താങ്കൾ ഈ മാരേറ്റിൽ പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ക്രൗഡ് പ്ലാസിൽ പോയി നോക്കിക്കോ. ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം കാറ് ചെക്ക് ചെയ്തിട്ടും മറ്റേ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചിട്ട് വേണം അകത്തേക്ക് വിടണം. അപ്പം ഗണ്ണ് എവിടെ കൂടിയാണ് കയറ്റിയത്? അല്ലെങ്കിൽ മുകളിൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഉണ്ടാവും ഏത് ഗണ്ണുമായിട്ട്. മഞ്ജു അനങ്ങിയ എന്തൊരു അസംബന്ധമാണ് ഇത് പറയണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് നമ്മുടെ കുറെ ഈ പറയുന്ന പോലെ സാംസ്കാരിക നായകർ അവർ പലരോടും നമുക്ക് ബഹുമാനാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഒപ്പിട്ട് കൊടുക്കരുത് ദൈവത്തെ ഓർത്ത്. ഞാൻ ഇത് അത്യന്തമായിട്ട് പറയണേ. ഇപ്പൊ ഇതിൽ പല ആളുകളും നമുക്ക് നല്ല നായകന്മാർ തന്നെ എടുത്തു പറയണം. അല്ല, ഇതില് മലയാള സിനിമയിൽ തനതായി ഇടമടയാളപ്പെടുത്തുന്നതിൽ പ്രതീക്ഷ ഉളവാക്കിയ ചലച്ചിത്രമാണ് സനൽകുമാർ ശശി. അത് കറക്റ്റാണ്. ആ പ്രതീക്ഷ പക്ഷേ പുള്ളി തന്നെ തല്ലി കെടുത്തി, അത് വേറെ കാര്യം. ഇതിനകം അദ്ദേഹം സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ സംസ്ഥാന അന്തർദേശീയ ചലച്ചിത്ര ഇതൊക്കെ ശരി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. സനൽകുമാർ ശശിധരനെതിരെ ഒരു പ്രശസ്ത നടി നൽകിയ ക്രിമിനൽ കേസും പോലീസ് നടപടികളും അതേ തുടർന്നുണ്ടായ സാമൂഹിക അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ കലാസഭയ്ക്ക് വിരാമം ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹ ശ്രദ്ധയിലുണ്ട്. ഈ വാചകത്തിനൊരു കുഴപ്പമുണ്ട്. എതിരെ ഒരു പ്രശസ്ത നടി നൽകിയ ക്രിമിനൽ കേസും മറ്റേ പോലീസ് നടപടികളും അതേ തുടർന്നുണ്ടായി. അതല്ല ശരി. പുള്ളിയുടെ വായിൽ നിന്ന് വന്ന വർത്താനമാണ് കുഴപ്പം. അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കൂലല്ലോ. അതായത് ഞാൻ താങ്കളെ കുറിച്ചൊരു മോശം കാര്യം പറഞ്ഞിട്ട് താങ്കൾ എനിക്കൊരു പരാതി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മാധ്യമ പ്രവർത്തന സബരിയക്ക് താങ്കൾ കുഴപ്പമുണ്ടാക്കിയത് കൊണ്ട് കാര്യമുണ്ട്. എന്താ ഇത് പറയണ്ടെന്ന് വെച്ചിരുന്നാണ് ഇത്രയും ദിവസം ഇത്. ഇനി അടുത്തത്, എന്നാൽ നടിയുമായി ചേർന്ന് അദ്ദേഹം നിർമ്മിച്ച കയറ്റം എന്ന സിനിമ. അത് കറക്റ്റാണ്. കയറ്റമല്ല, അതിൻ്റെ താരം വാരിക്കുഴി എന്നത് ചെയ്തിട്ടുണ്ട്. കാരണം ടൊവിനുമായിട്ടുള്ള സിനിമക്ക് പുള്ളി കറക്റ്റ് പേരായിട്ടാ വഴക്കുന്ന്. ഓക്കെ, വഴക്കുന്നല്ല അടിപിടിന്ന് ഇടേണ്ടി ശരിക്കും അത്. അതിൻ്റെ പുറത്തിറങ്ങാതിരിക്കാൻ പദ്ധതികൾ നടക്കുന്നതായി കയറ്റം എന്ന സിനിമയിലെ അഭിനേത്രിയും കോ പ്രൊഡ്യൂസറും കൂടിയായ പ്രസ്തുത നടിയെയും തന്നെയും പരസ്പരം കാണാൻ അനുവദിക്കാതിരിക്കാൻ ഉന്നത ബന്ധമുള്ള തൽപര കക്ഷികൾ നടത്തിയ ഗൂഢാലോചനകളുടെ ഫലമായിട്ടുള്ളതാണ് കേസും നടപടികളും എന്നാണ് സനൽകുമാറിൻ്റെ പക്ഷം. പക്ഷം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ കക്ഷം എന്ന് കൊടുക്കേണ്ടത്. അത് അത്ര ഞാൻ പറയുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ എൻ്റെ നിലപാട് എന്താ അത് ബോധ്യമുള്ളൂ. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അധികാരികൾ മുമ്പാകെ പരാതികൾ ബോധിപ്പിച്ചിട്ടുള്ളതായും അവയിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു. സനൽകുമാറിൻ്റെ അന്വേഷിച്ച നടപടി. ഇനി ഇതിൻ്റെ കാര്യത്തിൽ അടുത്തത് 2025 സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തടഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത കേസിലും ഇതുവരെ അന്വേഷണം നടത്തുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സനൽകുമാർ പറയുന്നു. എല്ലാം ഇവർ സനൽകുമാർ പറയുന്നത് മാത്രം കേട്ട് വിശ്വസിച്ച് സനൽകുമാർ പറയുന്നു എന്ന് ഈ പറയുന്ന പോലെ ചക്രവാണി അദ്ദേഹം പറയുന്നു എന്ന് പറയില്ല. അതുപോലെ ഇത് പറഞ്ഞേക്കണേ. അതിനെ തുടർന്നുള്ള അപകീർത്തിയും കൊണ്ട് ഒരു കലാകാരൻ്റെ കലാപ്രവർത്തനവും വ്യക്തിജീവിതവും ദുസ്സഹമാവുന്ന അവസ്ഥ സംസ്കാരമുള്ളൊരു സമൂഹത്തിന് ഭൂഷണമല്ല. എൻ്റെ പൊന്ന്, ഇത് നേരെ തിരിച്ചല്ലേ. അവരവഹേളിക്കപ്പെടുന്ന ഈ മറ്റേ സമൂഹത്തിന് ഭൂഷണമാണ്. എന്താണ് ഇവർ എഴുതി വെച്ചേക്കണത്? എനിക്ക് തോന്നണത് ഈ ഇതിൽ കാണുന്ന പലരും എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചു നോക്കാൻ സഹിച്ചതാന്ന് തോന്നുന്നു. അല്ല, അവരുടെ പരാതിയിൽ അവർ കൃത്യമായിട്ട് മാറ്റി പറഞ്ഞിട്ടുണ്ട്. സത്യമാണെങ്കിൽ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. സത്യമാണെന്ന് അവർക്ക് പോലും ഉറപ്പില്ല. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഐശ്വര്യ ഒരു മാഫിയയുടെ ക്ലച്ചസിലാണെന്ന് വിചാരിക്കും.
അപ്പം ഞാൻ പറയുമ്പോൾ ഐശ്വര്യ പറയണേണ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ അന്വേഷിക്കുമെന്ന് ഈ പറഞ്ഞു. ശരിയാണ്. ഐശ്വര്യ ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൈ തന്നിട്ട് പിടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ എൻ്റെ കയ്യിൽ കടിച്ചു മുറിച്ചിട്ട് നേരെ താഴേക്ക് വിടറാ റാസ്കൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് താഴേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, പോയി ചാവട്ടെ. അല്ലാതെ എന്ത് ചെയ്യാം? പിന്നെ പുള്ളിക്ക് അത് തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. മഞ്ജു വാര്യരെ പറ്റി എനിക്ക് എല്ലാം അറിയാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുള്ളി മഞ്ജു അറിഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി പറയണ അല്ല, മഞ്ജുവിനെ ഈ ക്ലച്ചസിൽ നിന്ന് അങ്ങോട്ട് പിടുത്തം വിട്ടാൽ അതെങ്ങനെ ഇരിക്കുകയാണ്. അല്ല, ഈ ക്ലച്ചസിൽ നിന്ന് ക്ലച്ചസ് ആണ്ട നീ നീരാളിപ്പിടുത്തം. അത് മാഫിയയുടെ നീരാളിപ്പിടുത്തം. ഏത് മാഫിയയുടെ അറിയാമോ? അതാണ് മറ്റേ ലൂസിഫറിന്റെ ഒക്കെ ഗോൾഡ് മാഫിയാണോ അതോ മയക്കുമരുന്ന് മാഫിയാണോ, ഏത് മാഫിയയുടെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ മാഫിയ ഡോൺ ആണ്. ആ ഡോൺ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ മാഫിയ ഡോൺ ദിലീപാണെന്നാണ് പുള്ളി ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത്. ആ ഡോൺ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്ന് കാണിക്കാൻ ഒരു കൈ കൊടുത്ത്, അതും ഇത്രയും കോടികളുള്ള മുടക്കി നമ്മുടെ ദൃശ്യം 3 പറയുന്ന പോലെ മറ്റേ സാധനം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഈ നാട്ടിൽ മഞ്ജുവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മഞ്ജു വാര്യര് നേരെ ആ ഡിഫൻഡറും എടുത്ത് ഓടിച്ചു ചെന്ന് ഏതെങ്കിലും പോലീസ് കമ്മീഷണർ ഓഫീസിലോ വേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വേറെ എവിടെയെങ്കിലോ അവരാകുമ്പോഴത്തേക്കൊന്നും മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. അല്ലെങ്കിൽ അവർ താമസിക്കുന്ന റൂമിൻ്റെ അകത്ത് 50 പോലീസുകാർ വന്ന് നിൽക്കുന്ന ആളാണ്. ഇല്ലേ, എനിക്കൊരു മാഫിയ പ്രശ്നമുണ്ട്. പുള്ളി എന്നിട്ട് പറയണ ഈ ക്രൗൺ പ്ലാസയിലേക്കും ഇതിലേക്കും ഒക്കെ താമസിക്കുന്ന മഞ്ജു അങ്ങനെയുള്ള ഹോട്ടലിലല്ലേ താമസിക്കുള്ളൂ, അല്ലാതെ രവീസ് ലോഡ്ജില, ഉമാ ലോഡ്ജില, മറ്റേ ഈ പറയുന്ന പോലെ വിജയ ലോഡ്ജിലൊന്നും ഉണ്ടാവൂലല്ലോ. അപ്പൊ ഇവിടെയൊക്കെ പുള്ളി പറയണ ഗണ്ണുണ്ട്. വേറെ പുള്ളി ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഇതൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവരെ കൊണ്ട് ആദ്യം ചികിത്സിക്കണമെന്ന് എനിക്ക് പറയാനുള്ള കാരണം അവർ തിരിഞ്ഞിരുന്ന് കേൾക്കണം. മഞ്ജു എന്തുകൊണ്ട് ഇപ്പൊ തുറന്നു പറയുന്നില്ല? മഞ്ജു പറയാത്തത് മഞ്ജു താമസിക്കുന്ന റൂം ഇവിടെ, തൊട്ടിപ്പുറത്തുള്ള റൂം അപ്പുറത്ത്, ആ റൂമിൽ ഗണ്ണുണ്ട്. എഴുന്നേറ്റ് പോടാ, അവിടെ പുലിയുള്ളത്, എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞു. ഞാനാണ് ഞാൻ ചെയ്യുള്ളൂ. Watch the full podcast on the channel. BCC with Ratish Chakrapani.